1960 മെയ് 21 കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഗ്രാമത്തിലാണ് മോഹൻലാൽ ജനിച്ചത്. മുൻ ബ്യൂറോക്രാറ്റും കേരള സർക്കാരിലെ നിയമ സെക്രട്ടറിയുമായ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും ഏറ്റവും ഇളയ മകനാണ് മോഹൻലാൽ. അദ്ദേഹത്തിന് പ്യാരേലാൽ എന്നു പേരുള്ള ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. മോഹൻലാൽ തിരഞ്ഞെടുക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് റോഷൻലാൽ എന്നു പേരിടാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും അവരുടെ കുടുംബപ്പേര് നൽകുന്നതിൽ നിന്ന് പിതാവ് ഒഴിഞ്ഞുമാറി. അവർക്കെല്ലാം ഉണ്ടായിരുന്ന ജാതിപ്പേര് നായർ കുടുംബപ്പേരായി വഹിക്കരുതെന്ന് പിതാവ് ഉറച്ചുനിന്നു. തിരുവനന്തപുരത്തെ പിതൃഭവനത്തിൽ മുടവൻമുകളിൽ മോഹൻലാൽ വളർന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച അദ്ദേഹം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി. കമ്പ്യൂട്ടർ ബോയ് എന്ന സ്റ്റേജ് നാടകത്തിൽ 6ാം ക്ലാസ്സുകാരനായ മോഹൻലാൽ ആദ്യമായി അഭിനയിച്ചത് 90-കാരന്റെ വേഷമായിരുന്നു. 1977-ലും 1978-ലും കേരള സംസ്ഥാന ഗുസ്തി ചാമ്പ്യനായിരുന്നു. മോഹൻലാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻലാൽ വിശ്വനാഥൻ ഒരു ഇന്ത്യൻ നടൻ, ചലച്ചിത്ര നിർമ്മാതാവ്, പിന്നണി ഗായകൻ, ചലച്ചിത്ര വിതരണക്കാരൻ, സംവിധായകൻ എന്നീ നിലകളിൽ പ്രധാനമായും മലയാളം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നു. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മോഹൻലാലിന് 4 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിന്റേതാണ്. ഇന്ത്യൻ സിനിമയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് ഇന്ത്യാ ഗവൺമെന്റ് അദ്ദേഹത്തെ 2001 പത്മശ്രീയും 2019 ഇന്ത്യയിലെ 4ാമത്തെയും 3ാമത്തെയും ഉയർന്ന സിവിലിയൻ ബഹുമതികളായ പത്മഭൂഷണും നൽകി ആദരിച്ചു. 2009 ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നടനായി അദ്ദേഹം മാറി. CNN ഇന്ത്യൻ സിനിമയുടെ മുഖച്ഛായ മാറ്റിയ മനുഷ്യരിൽ ഒരാളായി മോഹൻലാലിനെ തിരഞ്ഞെടുത്തു. 1978 തിരനോട്ടം എന്ന മലയാള ചിത്രത്തിലൂടെ 18ാം വയസ്സിൽ മോഹൻലാൽ അഭിനയരംഗത്തേക്ക് കടന്നുവെങ്കിലും സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം ചിത്രം 25 വർഷത്തോളം നീണ്ടുപോയി. 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പ്രണയചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സ്ക്രീൻ അരങ്ങേറ്റം. അതിൽ അദ്ദേഹം വില്ലൻ വേഷങ്ങൾ ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം വില്ലൻ വേഷങ്ങൾ ചെയ്തു. 1980-കളുടെ മധ്യത്തോടെ അദ്ദേഹം ഒരു മുൻനിര നടനായി സ്വയം സ്ഥാപിക്കുകയും 1986 നിരവധി വിജയചിത്രങ്ങളിൽ അഭിനയിച്ചതിനുശേഷം താരപദവി നേടുകയും ചെയ്തു. ആ വർഷം പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന സിനിമ അദ്ദേഹത്തിന്റെ താരമൂല്യം ഉയർത്തി. മോഹൻലാൽ മലയാളം സിനിമകളിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അദ്ദേഹം ചില ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് രാഷ്ട്രീയ സിനിമയായ ഇരുവർ ഹിന്ദി ക്രൈം മൂവി കമ്പനിയും തെലുങ്ക് ചിത്രമായ ജനതാ ഗാരേജും അദ്ദേഹത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന മലയാളം ഇതര സിനിമകളിൽ ചിലതാണ്. മോഹൻലാൽ 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുണ്ട്. 2 മികച്ച നടൻ, ഒരു പ്രത്യേക ജൂറി പരാമർശം, അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി അവാർഡ്, മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ്, നിർമ്മാതാവ്, കൂടാതെ 9 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഫിലിംഫെയർ അവാർഡുകൾ സൗത്ത് എന്നിവയും മറ്റ് നിരവധി അംഗീകാരങ്ങളും. 2010 ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും 2018 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു. മോഹൻലാൽ തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലും അറിയപ്പെടുന്നു. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് ഉയർന്ന സ്വാധീനവും കേന്ദ്രീകൃതവുമായ പരിപാടികൾ സൃഷ്ടിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി അദ്ദേഹം വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സ്ഥാപിച്ചു.